ഭഗവത്ഗീത 1-ാം അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ധൃതരാഷ്ട്രര് എന്താണ് ആ കുരുക്ഷേത്ര ഭൂമിയിൽ നടക്കുന്നതെന്ന് സഞ്ജയനോട് 1-ാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുകയുണ്ടായി. അതിൻ്റെ മറുപടിയായിട്ട് സഞ്ജയൻ പറയുന്ന ശ്ലോകമാണിത്. എന്താണ്? ദുര്യോധന രാജാവ്, രാജാ ദുര്യോധനൻ പാണ്ഡവരുടെ ആൾക്കാരെല്ലാവരും നിരന്നു നിൽക്കുന്നത് കണ്ടിട്ട് ആ ദ്രോണാചാര്യരെ സമീപിച്ച് ദുര്യോധന മഹാരാജാവ് ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ദുര്യോധനൻ പാണ്ഡവപ്പട അണിനിരന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ആ പടയോടാണ് ഇനി യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്നത്. അപ്പോൾ തൻ്റെ എന്താ പറയുക, ഒരു ആചാര്യനായി നിൽക്കുന്ന ദ്രോണാചാര്യരോട് അവരെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് അങ്ങോട്ട് ദുര്യോധനൻ ചെല്ലുകയാണ്. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. O king, after looking over the army arranged in military formation by the sons of Pandu, King Duryodhana went to his teacher and spoke the following words. King Duryodhana was the son of King Dhritarashtra. Dhritarashtra, while the eldest son of his father, was born blind and was therefore skipped over in the succession of the kingdom. ധൃതരാഷ്ട്രരുടെ മകനാണ് ദുര്യോധനൻ. അപ്പോൾ ധൃതരാഷ്ട്രൻ ശരിക്ക് മൂത്ത മകനായിരുന്നിട്ടും അന്ധനായതുകൊണ്ട് മാത്രം ആ രാജ്യത്തെ രാജാവാകാനുള്ള അദ്ദേഹത്തിൻ്റെ എബിലിറ്റിക്ക് ആ ഒരു കഴിവ് കുറവ് എന്ന് കാണിച്ചുകൊണ്ട് ബ്രദറായിട്ടുള്ള പാണ്ഡുവിന് സിംഹാസനം നൽകുകയാണ് അന്ന് ചെയ്തത്. അപ്പോൾ ഈ സ്കിപ്ഡ് ഓവർ കിങ്ഡം എന്ന് പറയുമ്പോൾ അവിടെ ഈ രാജാധികാരം എന്തുകൊണ്ടാണ് ധൃതരാഷ്ട്രർക്ക് കിട്ടാഞ്ഞത് എന്ന് ചോദിക്കും. അപ്പോൾ അത് ഇദ്ദേഹം ജന്മന അന്ധനായതുകൊണ്ടാണ് പാണ്ഡുവിന് ആ സിംഹാസനം നൽകേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ he and successive generations of his household were ineligible to sit on the throne while his younger brother Pandu or his sons the Pandavas were alive. Although Duryodhana did not have a valid claim to the throne, he felt that he should be king. ശരിക്ക് പാണ്ഡുവിൻ്റെ മക്കൾക്ക് അധികാരം നൽകേണ്ടതാണെങ്കിലും ഇവിടെ ദുര്യോധനൻ ആ അധികാരത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ധൃതരാഷ്ട്രരുടെ മകനായ എനിക്ക് ഈ സിംഹാസനത്തിന് അവകാശമുണ്ട് എന്ന് അദ്ദേഹം കരുതുന്നു. വിത്ത് ഹിസ് ഫാദേഴ്സ് ടാസിറ്റ് കോംപ്ലിസിറ്റി he manipulated the situation to exclude the sons of Pandu, who was deceased from the throne, and the pursuit of this policy eventually led to the military confrontation that provides the backdrop of Bhagavad-Gita's conversation. Actually, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നത് ഈ രണ്ട് പേർക്കും ഇവിടെ അധികാരം പാണ്ഡുവിൻ്റെ മക്കൾക്ക് കിട്ടിയപ്പോൾ അവരാ സിംഹാസനത്തിൽ ഇരിക്കാൻ തയ്യാറായപ്പോൾ ദുര്യോധനൻ തനിക്ക് ഇതിൽ അവകാശമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കുകയും ആ രാജ്യം തനിക്ക് കിട്ടുന്നതിനു വേണ്ടി പുറപ്പെടുകയും ചെയ്തു. അത് അവർക്ക് ഒരു തരത്തിലുമുള്ള അവകാശവും ദുര്യോധനൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് അവസാനത്തേക്ക് യുദ്ധത്തിൻ്റെ ഒരു സമയം വന്നപ്പോഴത്തേക്കും എങ്ങനെയാണ് ഈ ഇതിൽ നിന്നും മാറി നിൽക്കുന്നത്? എന്തായാലും ഇതിൻ്റെ വേറൊരു വശവും ദുര്യോധനൻ ചിന്തിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ഫോക്കസ് എന്ന് പറയുന്നത് എങ്ങനെയും അധികാരം പിടിച്ചെടുക്കുക. അവിടെയാണ് ഒരു ലീഡർഷിപ്പ്. അതായത് എനിക്ക് ഈ ഒരു സിംഹാസനം ആവശ്യമാണ്, ഞാൻ ആ ഒരു സിംഹാസനത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത്, മറ്റാർക്കും ഇതിന് അവകാശമില്ല. അതിനുവേണ്ടി എന്ത് തന്നെയുള്ള ഒരു എന്താ പറയുക, എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ ആ ഒരു രീതിയിൽ ഇഫക്റ്റീവ് ലീഡർ ആകാനായിട്ട് ദുര്യോധനൻ എപ്പോഴും ശ്രമിക്കുന്നതായി കാണാം.
എന്നിട്ട് ഇദ്ദേഹം ഹിയർ ദുര്യോധന അപ്രോച്ചസ് ഹിസ് ടീച്ചർ ദ്രോണാചാര്യ. ഇതിൽ ഫസ്റ്റ് ഈ ദുര്യോധനന്റെ ഇഫക്റ്റീവ് ലീഡർഷിപ്പിൽ ഏറ്റവും ആദ്യമായിട്ട് ഉദാഹരിക്കുന്നത് ഇതാണ്. അതായത് അദ്ദേഹം ആരോടാണ് ആദ്യമായിട്ട് യുദ്ധത്തിൽ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ആചാര്യനായ ദ്രോണാചാര്യരോടാണ്. ദാ പാണ്ഡവരെ നിരന്നു നിൽക്കുന്നു, നമുക്കിതാ യുദ്ധം ചെയ്യേണ്ട സമയമായി എന്ന് ദ്രോണാചാര്യരെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് കാണാം. ദ്രോണാചാര്യരെ ഇത് ഓർമ്മിപ്പിക്കുന്നതിൻ്റെ പുറകിൽ ഒരു വലിയ കാര്യമുണ്ട്. അതായത് ദ്രോണാചാര്യർ കൗരവരെയും പാണ്ഡവരെയും ഒരുമിച്ച് പഠിപ്പിച്ചവരാണ്. അതുകൊണ്ട് തന്നെ കൗരവരെയും പാണ്ഡവരെയും നന്നായിട്ട് അവരുടെ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരാളാണ് ദ്രോണാചാര്യർ. പ്രത്യേകിച്ചും അർജുനനെ പോലുള്ള മിടുക്കരായ ശിഷ്യർ, അവരോട് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു സിമ്പതി യുദ്ധസമയത്ത് ഇദ്ദേഹത്തിന് തോന്നുമോ എന്ന ഒരു ഭയം ദുര്യോധനന് തീർച്ചയായും ഉണ്ടായിരുന്നു. ആ ഒരു ഭയത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും അവിടെ ഉണ്ടാകരുത് എന്നുള്ള ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടി ഇദ്ദേഹം ധാരാളം മോട്ടിവേഷൻസ് ഈ ദ്രോണാചാര്യർക്ക് ആരോടൊക്കെ വിരോധമുണ്ടോ അവരെ കുറിച്ച് മാത്രം കൂടുതൽ പരാമർശിക്കുന്നതായിട്ട് കാണാം. കാരണം ഈ ഒരു യുദ്ധത്തിൽ ദുര്യോധന പക്ഷത്ത് നിന്ന് ആത്മാർത്ഥമായിട്ട് യുദ്ധം ചെയ്യാൻ ദ്രോണാചാര്യർക്ക് സാധിക്കണം എന്നുള്ളത് ദുര്യോധനന്റെ ഒരാവശ്യമാണ്. ആ ഒരു ലീഡർ എന്ന് പറയുന്ന ആ ഇഫക്റ്റീവ് ലീഡറുടെ അദ്ദേഹത്തിൻ്റെ കഴിവാണ് ഈ ദ്രോണാചാര്യരെ തൻ്റെ പക്ഷത്തു തന്നെ, വാത്സല്യം അപ്പുറത്തേക്കുണ്ടായിട്ടും തൻ്റെ പക്ഷത്തു തന്നെ പിടിച്ചു നിർത്തി തനിക്കൊപ്പം നിന്ന് മറ്റുള്ളവരോട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഇതൊരു പ്രധാന ഘടകമാണ്. Every person is a unique individual with a unique mix of strengths and weakness, which make them uniquely suited to contribute in a particular organizational role. Dronacharya has a personality with a highly developed primary leadership ability for strategic leadership and also a very strong secondary ability as a directive leader. ഇവിടെ ദ്രോണാചാര്യരെ സംബന്ധിച്ച് 2 തരം ലീഡർഷിപ്പാണുള്ളത്. ഒന്നാമത് അദ്ദേഹം സ്ട്രാറ്റജിക് ലീഡറായിരുന്നു. രണ്ടാമത് അദ്ദേഹം ഡയറക്റ്റീവ് ലീഡറായിരുന്നു. സ്ട്രാറ്റജിക് ലീഡറുടെ പ്രത്യേകത എന്താണ്? അവർ ബ്രാഹ്മണാസാണ്. അവർ ചിന്തിക്കുന്നവരാണ്. ഒരു രാജാക്കന്മാർക്ക് അഥവാ ക്ഷത്രിയർക്ക് ഇൻപുട്ട് കൊടുക്കുന്നവരാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഇതുപോലെ രാജാക്കന്മാരെ പഠിപ്പിക്കുകയും അവർക്ക് വേണ്ട ഉപദേശം നൽകുകയും ചെയ്യുന്ന ഒരു കാറ്റഗറിയിൽ പെട്ട ആൾ തന്നെയാണ് ദ്രോണാചാര്യർ. അതുകൊണ്ട് ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ലീഡർഷിപ്പാണ്. അതേസമയം ഒരു സ്ട്രോങ് സെക്കൻഡറി എബിലിറ്റി, യുദ്ധത്തിൽ നേരിട്ട് വന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ഡയറക്റ്റീവ് ലീഡർ എന്ന എബിലിറ്റിയും നമുക്കിവിടെ കാണാം. Both nature and nurture play a role in determining our career path, and Dronacharya's family heritage of teaching led him to a career as a teacher and coach of directive leaders or kshatriyas. അതാണ് അദ്ദേഹം ദ്രോണാചാര്യൻ്റെ ഒരു ഫാമിലി ഹെറിറ്റേജ്. അദ്ദേഹം മഹർഷിയായിരുന്നു. ആ ആചാര്യൻ എന്ന ഭാഗത്ത് നിന്നുകൊണ്ട് അദ്ദേഹം സ്ട്രാറ്റജിക് ലീഡറായിട്ട് ക്ഷത്രിയർക്ക് വേണ്ട, രാജാക്കന്മാർക്ക് വേണ്ട ഉപദേശം നൽകുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് ലീഡറാണ്. Then the predominance of his Brahmana nature, the strategic leadership capability means that he is not satisfied simply doing things. He has a deep need to teach others to do things, accompanied by the capacity to understand the theoretical underpinnings that affect action. അദ്ദേഹം പിന്നിൽ നിന്നുകൊണ്ട് ഇവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അതേസമയം അവരുടെ ഒപ്പം നിന്നുകൊണ്ട് ആ നിർദ്ദേശത്തെ മുന്നോട്ട് വെച്ച് അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് അവരുടെ ഒപ്പം നിന്ന് അവർക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇദ്ദേഹം എപ്പോഴും ആ സ്ട്രാറ്റജിക് ലീഡർ എന്ന ലീഡർഷിപ്പ് റോളിൽ നിന്നുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിരുന്നു. Then the strength of his kshatriya nature, his secondary leadership ability, weakens his ability to act as a pure strategic leader who deals with the really bigger picture issues. അതായത് ഇദ്ദേഹം സ്ട്രാറ്റജിക് ലീഡർ എന്ന ഒരു
ആ ഒരു ലീഡർഷിപ്പിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. കാരണം ഇദ്ദേഹം എപ്പോഴും അവരെ മാക്സിമം പൊട്ടൻഷ്യൽ കൊടുത്ത് അവരെ എല്ലാ ഉപദേശങ്ങളും നൽകി അവരെ ഒപ്പം നിർത്തി ഒരു അത്രയും മോട്ടിവേഷനൊക്കെ നൽകി അവർക്കൊരു ബിഗർ പിക്ചറൊക്കെ ഉണ്ടാക്കി കൊടുക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ഷത്രിയ നേച്ചർ ഒരിക്കലും അദ്ദേഹത്തിനൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുത്തിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രണ്ടാമത്തെ സെക്കൻഡറി എബിലിറ്റി ആയ ഡയറക്റ്റീവ് ലീഡർഷിപ്പ് എന്ന ലീഡർഷിപ്പിനെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തത്. അതായത് ശരിക്കും ഒരു ബ്രാഹ്മണ നേച്ചറാണ്, സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് റോളാണ് അദ്ദേഹത്തിനുള്ളത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റി, ഒരു ഡയറക്റ്റീവ് ലീഡർഷിപ്പ് എന്ന കേപ്പബിലിറ്റി അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇറങ്ങി വന്ന് അവരോടൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ, നേരത്തെ പറഞ്ഞ ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യത്തിനനുസരിച്ച് അവർക്കൊരു ക്രൈസിസ് വരുമ്പോൾ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനായിട്ട് ദ്രോണാചാര്യർക്ക് സാധിച്ചിട്ടുണ്ട്. This combination makes him uniquely suited to be a military advisor and teacher. ശരിക്കൊരു സൈന്യാധിപൻ, ആ ഒരു സേനയെ നയിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ആ ഒരു രണ്ട് തരത്തിലുള്ള റോളും, സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് ആൻഡ് ഡയറക്റ്റീവ് ലീഡർഷിപ്പ്, ഇത് രണ്ടും അദ്ദേഹത്തിനുള്ളതായിട്ട് കാണാം. He is a person who has a highly developed theatrical understanding of execution, greater than that of a pure directive leader, combined with a personal drive for execution that allows him to earn the respect of directive leaders. He is a warrior and a thinker. അദ്ദേഹം ഒരു പരാക്രമിയാണ്, യുദ്ധം ചെയ്യാൻ തയ്യാറായ പോരാളിയാണ്, അതേസമയം ചിന്തിക്കാൻ കഴിവുള്ള ഒരു സ്ട്രാറ്റജിക് ലീഡറുമാണ്. തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അദ്ദേഹത്തിന് നന്നായിട്ടുണ്ട്. ഇതെങ്ങനെയാണ്, എങ്ങോട്ടാണ് ഈ യുദ്ധം എന്നുള്ളതിനെക്കുറിച്ചും എന്തൊക്കെ ചെയ്താലാണ്, കാരണം എല്ലാവരുടെയും കാലിബറിനെ കുറിച്ച് നന്നായി അറിയുന്ന ഒരാളാണ് ആചാര്യൻ എന്ന നിലയ്ക്ക് ദ്രോണാചാര്യർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ വിഷൻ, സ്ട്രാറ്റജിക് വിഷൻ എന്നുള്ളത് ഏറ്റവും പ്രധാന ഘടകം തന്നെയാണ്. അതേസമയം ഒപ്പം നിന്നുകൊണ്ട് അവർക്ക് ഒരു യുദ്ധത്തിനൊപ്പം നിന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറായതുകൊണ്ട് തന്നെ അദ്ദേഹം ഡയറക്റ്റീവ് ലീഡറായിട്ട് മാറുകയാണ്. വൈൽ ഹീ ഈസ് എ വാരിയർ ആൻഡ് എ തിങ്കർ, ഹീ ഈസ് പ്രൈമറിലി a thinker, although his thinking is strongest in relation to warriorship. Therefore, he is here referred to as Duryodhana's teacher. ഈ ഒരു കഴിവുള്ളത് കൊണ്ടാണ് ഇവിടെ ദുര്യോധനന്റെ ആചാര്യനായിട്ട് അദ്ദേഹത്തെ കണക്കാക്കുന്നു. In the coming battle, he will initially act primarily as a strategic advisor. Prior to the battle, he trained Duryodhana in strategy as well as tactical execution. അതുകൊണ്ട് തന്നെ അവരുടെ ഒപ്പം നിന്നുകൊണ്ട് ദുര്യോധനൻ ഒരു ട്രെയിനിങ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതുപോലെ അപ്പോൾ ഇത് ആദ്യം അദ്ദേഹം ദുര്യോധനൻ വളരെ ആ ടാക്ടിക്കൽ സിറ്റുവേഷൻ എടുത്തുകൊണ്ട് ഏറ്റവും ആദ്യം തൻ്റെ ആചാര്യൻ്റെ, ആ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തൻ്റെ ഒപ്പം നിർത്താനായിട്ട്, ഈ രണ്ട് ലീഡർഷിപ്പ് എബിലിറ്റി ഉള്ള ആളാണ് ദ്രോണാചാര്യർ, ആ രണ്ട് ലീഡർഷിപ്പ് എബിലിറ്റിയും തനിക്ക് മുഴുവനായിട്ട് ഉപയോഗിക്കാനായിട്ട് ദുര്യോധനൻ ഇഫക്റ്റീവ് ലീഡർഷിപ്പ് എന്ന ആ റോളിൽ നിന്നുകൊണ്ട് ഇപ്രകാരം ചെയ്യുന്നു. പിന്നെ അദ്ദേഹത്തിനോട് പറയാണ്, അത് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയും, പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. ഇവിടെ ഹേ ആചാര്യ, അല്ലയോ ആചാര്യ, ധീമാൻ വളരെ ബുദ്ധിമാനും അങ്ങയുടെ ശിഷ്യനുമായ ദ്രുപദപുത്രനാൽ വ്യൂഹം ചമച്ച് നിർത്തപ്പെട്ട പാണ്ഡവരുടെ ഈ മഹാസേനയെ കണ്ടാലും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ വ്യൂഢം ദ്രുപദപുത്രേണ, അപ്പൊ ദുര്യോധനൻ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ദ്രോണാചാര്യരോട് ഇപ്രകാരം പറയുന്നത്. ഈ പാണ്ഡവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ആ ദ്രുപദന്റെ മകനായ ധൃഷ്ടദ്യുമ്നനെ അങ്ങ് കണ്ടാലും എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്, അതാണ് ഇനി പറയുന്നത്. Duryodhana here points out that the leaders on the other side of the battlefield, especially their strategist Dhrishtadyumna, the son of King Drupada, were also students of Dronacharya. In the fratricidal war,
that resulted from Duryodhana's ill-advised pursuit of the throne, the house of the Kurus was torn asunder and former comrades were pitched against each other. Leaders are both born and made. Within every person exists the potential to lead others, to model exemplary behavior and inspire others to rise to the occasion. ലീഡേഴ്സ് എന്നുള്ളത് രണ്ട് തരത്തിൽ, അതായത് അവർ ജന്മന ഒരു ലീഡർഷിപ്പ് കേപ്പബിലിറ്റി ഉള്ളവരുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അവർ ജീവിക്കുമ്പോൾ ഒരുപാട് പഠനങ്ങളിലൂടെ ആ ഒരു ലീഡർഷിപ്പ് കേപ്പബിലിറ്റി നേടിയെടുക്കാം. അതാണ് രണ്ട് തരത്തിലും, അതായത് ബോത്ത് ബോൺ ആൻഡ് മെയ്ഡ്. എന്തായാലും എല്ലാ വ്യക്തികൾക്കും, ഓരോ വ്യക്തിക്കും ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അതായത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, അത് എല്ലാ വ്യക്തികൾക്കും ഉള്ളതാണ്. ഇവിടെ മിക്കവാറും ഓരോ ലീഡേഴ്സിനും മറ്റുള്ളവരെ ടു ലീഡ് അതേഴ്സ്, ടു മോഡൽ എക്സാമ്പിളി ബിഹേവിയർ ആൻഡ് ഇൻസ്പയർ അതേഴ്സ് ടു റൈസ് ടു ദ ഒക്കേഷൻ. ഓരോ ലീഡറുടെയും ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാഹചര്യത്തിനനുസരിച്ച് തൻ്റെ കൂടെ നിൽക്കുന്നവരെ എണീപ്പിക്കുക, അവർക്ക് എന്തെങ്കിലും അവരെ എന്താ പറയുക ഒപ്പം നിർത്തി അവർക്കൊരു പ്രേരണ നൽകുക. ഇതൊരു വലിയ ഘടകമാണ്. ഈച്ച് ഓഫ് us has a unique character and the particular style of leadership and leadership role that we are best suited for varies from person to person. The realization of this leadership potential often begins when it is recognized and nurtured by another leader who sees the potential within us and communicates their belief in what we can become. ഇത് ഒപ്പം നിൽക്കുന്ന വേറൊരു ലീഡർ അത് മനസ്സിലാക്കുകയും ഇവർക്ക് ഇത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ട് എന്ന് അവരെ ബോധവാന്മാരാക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഒരു ടീം വർക്ക് അവിടെ വിജയിക്കുന്നത്. Seeing the potential in others and nurturing that is part of being a leader. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അതാണ് ഒപ്പം നിൽക്കുന്നവരുടെ കഴിവുകളെ മനസ്സിലാക്കി അവർക്ക് വേണ്ട എല്ലാ പ്രേരണ ശക്തികളും നൽകിക്കൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഒരു പ്രയോറിറ്റി കൊടുത്ത് അവർക്ക് വേണ്ടതായ എല്ലാ മോട്ടിവേഷൻസും നൽകുക. അതൊരു ലീഡറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന ഘടകമാണ്. The real measure of a leader is not what they can accomplish personally or even through an organization, but how much they are able to empower others to realize their own leadership potential. ശരിക്കും പറഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ആ ലീഡർ തനിക്ക് ഇത്രയും കഴിവുകൾ ഉണ്ട് എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം തൻ്റെ കഴിവുകളെ മനസ്സിലാക്കുകയും പക്ഷേ തന്നോടൊപ്പം നിൽക്കുന്നവരുടെ കഴിവുകൾ അവർക്ക് വേണ്ട വിധത്തിൽ മോട്ടിവേഷൻ നൽകി അവരെ അത് മനസ്സിലാക്കുകയാണ്. അത് കാരണം കൂടെ നിൽക്കുന്നവർക്ക് എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ, അവർക്ക് എത്രത്തോളം കഴിവുകളുണ്ടോ അതിനെയെല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ ഒപ്പം നിർത്തുകയാണ് ചെയ്യുക. അവർക്ക് ആ ഒരു അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിത്രയും പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്ക് നൽകുകയും അങ്ങനെ അവരെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ആ ഓർഗനൈസേഷൻ നന്നായി പോവുകയും ചെയ്യുന്നു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായി കാണണം. ജനറൽ ഇലക്ട്രിക് അണ്ടർ ദ സ്റ്റുവാർഡ്ഷിപ്പ് ഓഫ് ലെജൻഡറി CEO Jack Welch became one of the world's most successful companies. While the company had a number of divisions that produced a variety of products, the product that most distinguishes Jack Welch as a leader is the number of former GE staffers who went on to become CEOs in other companies. The best leadership help others to realize their full potential. ഇതാണ് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ക്ലിയർ ആക്കി മനസ്സിലാക്കി അവരെ ഒപ്പം നിർത്തി കാര്യങ്ങൾ ചെയ്യണം. They do not think let me keep this person down so that they will never be able to take my place. അവിടെ അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ അവിടെ തന്നെ നിന്നോട്ടെ, അല്ലാതെ അപ്പോൾ അവിടെ താഴെ നിർത്തിക്കഴിഞ്ഞാൽ അവരൊരിക്കലും എന്നേക്കാൾ ഉയർന്നു പോകില്ല എന്നുള്ള ചിന്ത പാടില്ല. അങ്ങനെ ഒരിക്കലും അവർ ചിന്തിക്കാറില്ല. In this way undermine and sabotage their people. The best mindset to have in creating other leaders is to always be trying to recruit and train yourself out of a job. അങ്ങനെ നമ്മളുടെ ഒപ്പം നിൽക്കുന്നവരെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നത് വഴി നമ്മളും
അവരും ഓർഗനൈസേഷനും ഒരുമിച്ച് വളരുന്നതായി കാണാം. ആൻ ഓതന്റിക് ലീഡർ സീസ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ആസ് സിംപ്ലി എ പ്ലേസ് ഹോൾഡർ ഹോൾഡിംഗ് ആൻ ഓഫീസ് അൺടിൽ ദ പ്രോപ്പർലി ക്വാളിഫൈഡ് പേഴ്സൺ കംസ് ടു ടേക്ക് അപ്പ് ദ റെയിൻസ്. അതായത് ഒരു ഓതന്റിക് ലീഡർ എന്നുള്ള ആളെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും ഒപ്പം നിൽക്കുന്നവരെയും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഒരുമിച്ച് നിർത്താനായിട്ട് ശ്രമിക്കും. തൻ്റെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു മീഡിയലായിട്ട് നിൽക്കുകയാണ്. തനിക്ക് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം കപ്പാസിറ്റീസ് ആൾ ചെയ്യുകയും എന്നാൽ തന്നേക്കാൾ കഴിവുള്ളവർ വരുമ്പോൾ അവർക്ക് അനുയോജ്യമായ വിധത്തിലുള്ള അവസരങ്ങൾ നൽകി അവരെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് ഒരു ഓതന്റിക് ലീഡറിൻ്റെ പ്രത്യേകത. ദേ ആർ ഓൾവേസ് ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ ടാലൻറ്റഡ് പീപ്പിൾ. അവരെപ്പോഴും ഇങ്ങനെ ആ ടാലൻറ്റഡ് പീപ്പിളിനെ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. കഴിവുള്ളവരെ എപ്പോഴും അവർ അന്വേഷിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് എൻകറേജിങ് ആൻഡ് നർച്ചറിങ് ദം. ഇൻ ദ കേസ് ഓഫ് ദ്രോണാചാര്യ, ഇവിടുത്തെ ഒരു അന്തരീക്ഷത്തിൽ ദ്രോണാചാര്യരെ സംബന്ധിച്ച് ഹി ഹാഡ് ട്രെയിൻ ധൃഷ്ടദ്യുമ്ന ഈവൻ ദോ ധൃഷ്ടദ്യുമ്നാസ് ഫാദർ കിങ് ദ്രുപദ വാസ് ഹിസ് എനിമി. ആക്ച്വലി ധൃഷ്ടദ്യുമ്നനെ ഈ ദുര്യോധനൻ പറയുന്നതിനൊരു കാരണം ധൃഷ്ടദ്യുമ്നന്റെ അച്ഛൻ ദ്രുപദൻ ദ്രോണാചാര്യരുടെ വലിയൊരു ശത്രുവാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെ ഹൈലൈറ്റ് ചെയ്തിട്ട് വേറൊരു സിമ്പതി പാണ്ഡവരോട് ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയുന്നത്. അതൊരു ഇഫക്റ്റീവ് ലീഡറുടെ ഒരു കൗശലമാണത്. അപ്പോൾ കിങ് ദ്രുപദ വാസ് ഹിസ് എനിമി. ദ്രുപദ ആൻഡ് ദ്രോണാചാര്യ ഹാഡ് ബീൻ സ്കൂൾ മേറ്റ്സ്. അത് എന്താണ് ആ ശത്രുതയ്ക്ക് കാരണം എന്നാണ് ഈ കഥ പറയുന്നത്. ദ്രുപദ ആൻഡ് ദ്രോണാചാര്യ ഹാഡ് ബീൻ സ്കൂൾ മേറ്റ്സ്. ആസ് ചിൽഡ്രൻ ഇൻ ദ സ്കൂൾ ദേ ഹാഡ് പ്ലെഡ്ജ്ഡ് ദെയർ ഫേം ഫ്രണ്ട്ഷിപ്പ് ഫോർ ലൈഫ്. Dronacharya, as the son of a Brahmana or teacher, while he had a strong directive leadership ability, had gone on to become a teacher, while Drupada, from an aristocratic family, had gone on to become the chief executive of a kingdom. ഒരുമിച്ച് ഗുരുകുല സമ്പ്രദായമായിരുന്നു അന്ന്. അപ്പം അതുകൊണ്ട് ഗുരുകുലത്തിൽ ഒരുമിച്ച് താമസിച്ച് പഠിച്ചു വളർന്നവരാണ് ദ്രോണരും ദ്രുപദരും. അപ്പം അവിടെ അവരുടെ പഠനം കഴിഞ്ഞപ്പോൾ ഒരാൾ ആ സമയത്ത് അവർ വലിയ തിക് ഫ്രണ്ട്സ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് അടുപ്പം സൂക്ഷിച്ചിരുന്ന രണ്ടുപേരായിരുന്നു ദ്രോണരും ദ്രുപദരും. പഠനത്തിന് ശേഷം അവർ രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്ക്, അതായത് അദ്ദേഹത്തിന് ഡയറക്റ്റീവ് ലീഡർഷിപ്പ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജനനം ഇതെല്ലാം ഒരു ബ്രാഹ്മണ കുടുംബത്തിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഒരു സ്ട്രാറ്റജിക് ലീഡർഷിപ്പിൽ നിൽക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം ആ ഒരു ഫീൽഡിലേക്ക് പോവുകയും ദ്രുപദൻ അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ ജനിച്ചതുകൊണ്ട് അദ്ദേഹം ഒരു ക്ഷത്രിയനായിട്ട് മാറുകയും ചെയ്യുകയാണ്. കുറച്ചു നാൾക്ക് ശേഷം, years later, when Dronacharya, now destitute, had approached Drupada for assistance, he was rebuffed with the taunt that friendship could only be between equals. അങ്ങനെ ഒരിക്കൽ ഇദ്ദേഹം ഒരു കാര്യത്തിനു വേണ്ടി ദ്രോണാചാര്യര് ദ്രുപദരെ സമീപിക്കുകയും ഉടനെ ദ്രുപദർ ഒരു ഉത്തരം പറഞ്ഞത്, ഞങ്ങൾ തമ്മിൽ നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് വേണ്ടത്? ഒരുമിച്ച് നിൽക്കുന്ന തുല്യർ തമ്മിലാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ടത്. നമ്മളിപ്പോൾ വളരെ ഒട്ടും തുല്യരല്ല എന്ന് പറഞ്ഞ് അപമാനിച്ചു വിടുകയാണ് ചെയ്തത്. ഇത് അദ്ദേഹത്തിന് വളരെയധികം സങ്കടം ഉണ്ടായി. ദ്രോണാചാര്യ ലെഫ്റ്റ് ദ റിയൂണിയൻ വിത്ത് ഹിസ് ഫേസ് ബേണിംഗ് ആൻഡ് എ ഡിസയർ ടു അവെഞ്ച് ദ ഇൻസൾട്ട് ഹി ഹാഡ് റിസീവ്ഡ്. എന്തായാലും പ്രതികാരം ചെയ്യും എന്ന തീക്ഷ്ണമായ പ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെ മുഖമൊക്കെ ചുമന്നുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങി വന്നത്. The strength that manifests as the motivating power of directive leaders has the corollary weakness in the form of pride, and Dronacharya, as a borderline personality between directive and strategic leader, was not immune to this, as was more obviously the case with his former friend Drupada. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ദ്രുപദൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരും. അത്രയും അപമാനമാണ് അദ്ദേഹം അന്ന് നേരിട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഏറ്റവും ആദ്യം ദ്രുപദപുത്രേണ എന്ന് അവിടെ എടുത്തു പറയുകയാണ്. കാരണം അത് കേൾക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ചോര തിളയ്ക്കുന്നത് ദുര്യോധനന് മനസ്സിലാക്കാൻ സാധിക്കും.
അങ്ങനെ ഈ ദ്രുപദൻ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോരുകയും അതിനുശേഷം എന്താ, the fact that he later married a lady from such a ruling family further shows his affinity to that way of life. However, his family tradition was one of teaching, and thus this was the career that he entered. ശരിക്കും അദ്ദേഹം ബ്രാഹ്മണനായതുകൊണ്ട് തന്നെ ഒരു സ്ട്രാറ്റജിക് ലീഡർ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ എങ്കിലും ഈ ഒരു ക്ഷത്രിയ കുടുംബത്തിൽ നിന്ന് അദ്ദേഹം വിവാഹം കഴിക്കുകയും രാജകൊട്ടാരത്തിൽ എത്തുകയും കൊട്ടാരത്തിലെ രാജഗുരുവായിട്ട് ആചാര്യനായിട്ട് നിൽക്കുകയും ഒക്കെയാണ് പിന്നീട് ചെയ്തത്. Then Dronacharya secured a position as a martial teacher in the royal house of the Kurus and trained the Kuru princes, including both sides of the current conflict. ഇവിടെ ഈ യുദ്ധത്തിന് നിലനിൽക്കുന്നതായ രണ്ട് ഫാമിലീസ്, ആ രണ്ട് ഗുരുക്കന്മാരായാലും പാണ്ഡുപുത്രന്മാരായാലും അവരെ രണ്ടുപേരെയും പഠിപ്പിച്ച ആചാര്യനായിട്ടാണ് നിൽക്കുന്നത്. Then it was customary in the Vedic culture that a graduating student give an offering to the teacher. Dronacharya asked his students to bring King Drupada to him bound hand and foot. First of all, Duryodhana and his brothers attempted to do so, but they were repelled by Drupada and his men. Next, the 5 Pandava brothers attempted and were able to subdue Drupada and bring him to Dronacharya. Dronacharya then rebuked Drupada for having treated him as his inferior and took away half of his kingdom. King Drupada seethed with resentment and desired to have a son who would kill Dronacharya. That son was Dhrishtadyumna, who was later trained by Dronacharya himself in spite of his knowing that fact. Actually, ഇത് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ രോഷം അടങ്ങാതെ എങ്ങനെയും ദ്രുപദരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന ആഗ്രഹം മനസ്സിൽ നിർത്തി ഇവർക്കുള്ള, അതായത് കൗരവരെയും പാണ്ഡവരെയും പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഗുരുദക്ഷിണ എന്നുള്ളതൊരു വലിയ ഘടകമാണ്. അപ്പോൾ എന്താണ് പഠനത്തിനു ശേഷം ദക്ഷിണ നൽകേണ്ടതെന്ന് ആചാര്യനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇത് മാത്രമാണ്: ദ്രുപദരെ കൈയും കാലും ബന്ധിച്ച് തൻ്റെ കാൽക്കൽ കൊണ്ടുവരണം. അപ്പോൾ ആദ്യം ദുര്യോധനനും തൻ്റെ അനിയന്മാരും എല്ലാവരും കൂടെ അവിടെ ചെന്നു, ഇതിന് ശ്രമിച്ചു, നടന്നില്ല. ദുര്യോധനൻ അത് സാധിച്ചില്ല. പക്ഷേ പാണ്ഡവർ, അവർ 5 സഹോദരന്മാർ കൂടെ പോയി ദ്രുപദരെ കൈയും കാലും ബന്ധിച്ച് ദ്രോണാചാര്യർക്ക് മുന്നിൽ സമർപ്പിച്ചു. അങ്ങനെ ദക്ഷിണ അവർ നൽകുകയാണ് ചെയ്തത്. അപ്പോഴാണ് അദ്ദേഹം പകുതി രാജ്യം ദ്രുപദന്റെ കയ്യിൽ നിന്ന് പകുതി രാജ്യം വാങ്ങുകയാണ് ചെയ്തത്. പക്ഷെ അതിൽ നിന്നും ദ്രുപദനും ദേഷ്യം ഉണ്ടാവുകയാണ്. കാരണം തനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ. അപ്പൊ അദ്ദേഹം തൻ്റെ മകനെ കൊണ്ട് ദ്രോണാചാര്യരെ വധിക്കും എന്നുള്ള പ്രതിജ്ഞയാണ് അദ്ദേഹം എടുത്തത്. ആ ഒരു പ്രതിജ്ഞ നിറവേറ്റാനാണ് ധൃഷ്ടദ്യുമ്നനെ പാണ്ഡവരുടെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. That son was Dhrishtadyumna, who was late trained by Dronacharya himself in spite of his knowing that fact. ഇതൊരു വലിയ ഘടകമാണ്. കാരണം ഇവിടെ 2 സ്ഥലത്തും ആ ലീഡർഷിപ്പിന്റെ ഒരു പ്രത്യേകത കാണാം. അവിടെയും മുൻനിരയിൽ നിൽക്കുന്ന ആ ഒരു റിവെഞ്ച്, ദ്രോണാചാര്യരോടുള്ള ഒരു പ്രതികാരം അവിടെ കാണാം. ദ്രോണാചാര്യർക്ക് ദ്രുപദനോടും ദ്രുപദനോടുള്ള തീവ്രമായ ആ ഒരു ദേഷ്യമാണ് ഇവിടെ കാണുന്നത്. The people we train as leaders may well go on to lead organizations that compete with us in the marketplace. This is a fact of life, and we should give everything that we can to help them to realize their potential and celebrate their success. Long after we are gone from this world, the legacy of leadership that we have contributed to will live on. If we contribute to creating a culture of authentic leadership, we can be sure the needs of the people will be served. Authentic leadership is not about you or me. It is about the people that we serve. As leaders, we have to be bigger than ourselves and serve a bigger cause. എന്താണ് ലീഡേഴ്സിനെ എങ്ങനെയാണ് അവർ ട്രെയിൻ ചെയ്യുന്നത്? അവരൊരിക്കലും എല്ലായിടത്തും ഒരു ഓർഗനൈസേഷനിലുള്ള നിലനിൽപ്പ് അത് മാത്രമല്ല, ശരിക്കും അതൊരു ജീവിത സത്യമാണ്. വി ഷുഡ് ഗീവ് എവറിത്തിങ് ദാറ്റ് വി ക്യാൻ ടു ഹെൽപ്പ് ദം ടു റിയലൈസ് ദെയർ പൊട്ടൻഷ്യൽ. അവരുടെ ആരൊക്കെ നമ്മളുടെ കൂടെ നിന്നാലും ഓരോരുത്തരുടെയും കാലിബർ നമ്മൾ മനസ്സിലാക്കണം, പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അവരുടെ വിജയത്തിൽ നമ്മൾ ആനന്ദിക്കണം. അതൊരു വലിയ ഘടകമാണ്. കാരണം നമ്മളെ മാത്രം ഓറിയൻറ്റ് ചെയ്ത് പോകുമ്പോൾ
ഒരിക്കലും ഒരു ഓർഗനൈസേഷൻ, എന്ത് സംരംഭമാണോ അതിന് നിലനിൽപ്പുണ്ടാവില്ല. ഈവൻ ഒരു ഫാമിലി ആണെങ്കിൽ പോലും എല്ലാവരുടെയും സന്തോഷത്തിൽ അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങളിൽ നാം ഓരോരുത്തരും സന്തോഷിക്കണം. അപ്പോൾ ഒരു സ്വാർത്ഥ താല്പര്യത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് ഒപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അവിടെ ഒരു നല്ല ഒരു കോറിലേഷൻ ഉണ്ടാകുന്നതായിട്ട് കാണാം. അതൊരു വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാന ഘടകമാണ്. Then if we contribute to certain a culture of authentic leadership, we can be sure the needs of the people will be served. അത് അങ്ങനെ വരുമ്പോൾ തന്നെ അവരുടെ ആവശ്യങ്ങളെ നമ്മൾ അംഗീകരിക്കാനും ഈ ഒരു വളർച്ച ഉണ്ടാകുവാനും അത് സഹായിക്കും. Authentic leadership is not about you or me. അതൊരു വലിയ പോയിന്റ് ആണ്. നീയോ ഞാനോ എന്നുള്ളതല്ല അവിടുത്തെ ഒരു ഘടകം. It is about the people that we serve. As leaders, we have to be bigger than ourselves and serve a bigger cause. ഏറ്റവും വലിയ ഒരു ഘടകങ്ങളെ നമ്മൾ കണ്ടുകൊണ്ട് വലിയൊരു പിക്ചർ, ആ സ്ട്രാറ്റജിക് വിഷൻ കാണുന്നത് പോലെ ആ ഒരു ബിഗർ പിക്ചറിന് വേണ്ടി എപ്പോഴും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക, മറ്റുള്ളവരെ ഒപ്പം നിർത്തി കൊണ്ടുപോകുക, മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിക്കുക. ഇതൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് എന്നാണ്. ഇത്രയും ആ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ദ്രുപദൻ്റെയും ദ്രോണരുടെയും ദുര്യോധനൻ്റെയും ഒക്കെ പ്രത്യേക തരത്തിലുള്ള ലീഡർഷിപ്പ് നമുക്ക് ഇതിലൊക്കെ കാണാൻ സാധിച്ചു. ദുര്യോധനൻ്റെ ഇഫക്റ്റീവ് ലീഡർഷിപ്പ് ഇവിടെ കാണാൻ സാധിച്ചു. ദ്രോണരുടെ ആവശ്യത്തിനനുസരിച്ച് 2 ലീഡർഷിപ്പ്, സ്ട്രാറ്റജിക് ആൻഡ് ഡയറക്റ്റീവ് ലീഡർഷിപ്പ് നമുക്കിവിടെ കാണാൻ സാധിച്ചു. ഇങ്ങനെയുള്ള ഇതെല്ലാത്തിനും അപ്പുറത്തൊരു ഓതൻറ്റിക് ലീഡർഷിപ്പ് നമുക്ക് ഉണ്ടാക്കാനായിട്ടും നമ്മൾ ശ്രമിക്കണം.